മക്കളെ, ഇന്ന് നമുക്കൊരു ആനുവൽ ക്വസ്റ്റ്യൻ നോക്കാം. വാർഷിക പരീക്ഷാ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പരീക്ഷ അടുത്തു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കണം, നന്നായിട്ട് പഠിക്കണം. ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഇടുന്നതൊക്കെ ആദ്യം മുതലേ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വരെ കിട്ടുന്നതാണ് അല്ലേ. അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അതൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുമ്പോൾ പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ചതിന് ശേഷം ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു തുടങ്ങാം. ഹവാ ബഹ് രഹി ടണ്ടി ടണ്ടി, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, ഫുദക് ഫുദക് കർ വേ ബി ചഹക്കീം എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന കവിതാഭാഗം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സമാൻ ധ്വനി വാലെ ശബ്ദ് ലിഖേം ജൈസെ ഠണ്ടി ഠണ്ടി. സമാൻ ധ്വനി വാലെ ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഠണ്ടി ഠണ്ടി ഒരുപോലെ ഒരേ ധ്വനി അല്ലേ. ഠണ്ടി ഠണ്ടി അത് നമ്മൾക്ക് ഇതാ ഇവിടെ ഉണ്ട്. ഠണ്ടി ഠണ്ടി അതുപോലെ വരുന്നതാണ് എഴുതാൻ പറഞ്ഞത്. പിന്നെ എന്താണ്? ബഹക്കി ബഹക്കി. പിന്നെ ഏതാണ്? ഉടുത്തി ഉടുത്തി അല്ലേ. ഉടുത്തി ഉടുത്തി. ഫുദക്ക് ഫുദക്ക് കർ ഒരുപോലെ ഉള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റൂട്ടോ. അത് ഒരേപോലെയുള്ളത് എവിടെയാന്ന് ഇങ്ങനെ നോക്കി നോക്കി എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കവിത കെലി ഉചിത ശീർഷക ലിഖേം. ഈ കവിതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഉചിതമായ ഒരു ശീർഷകം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശീർഷകം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു തലക്കെട്ട് നൽകുക, അതായത് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് ഞാനിവിടെ ഹവ എന്നാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് ഉചിതമായിട്ടുള്ള എന്തും കൊടുക്കാം. ഉചിതമായ, അതായത് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയിട്ട് ഇതിൽ നിന്നും ഉചിതമായ ഒരു പേര് നിങ്ങൾക്ക് നൽകിയാൽ തീർച്ചയായിട്ടും അതിന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ശീർഷകം എഴുതുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ ഏകദേശം ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ട് ശീർഷകം കണ്ടാൽ വിടാതെ വേഗം ആൻസർ എഴുതിക്കോ. അതിന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അത് നിങ്ങൾ ഈ കവിതയിൽ നിന്നും ഇങ്ങനെ നോക്കുക. അവിടെ ഹവ എന്നുണ്ട്, അപ്പൊ ഹവ എഴുതി. പിന്നെ ടെണ്ടി ടെണ്ടി, അതുപോലെ തന്നെ ഗൂം രഹി ബഹക്കി, ഉടുത്തി ചിടിയാം എന്നൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ചിടിയ വേണമെങ്കിൽ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ഏതെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ശീർഷകമായിട്ട് കൊടുക്കാം. ഇനി അടുത്ത് നോക്കാം. പക്ഷി കാ സമാനാർത്ഥക ശബ്ദ കവിതാസെ ടൂണ്ട് കർ ലിഖേ. പക്ഷി എന്ന അതേ അർത്ഥം വരുന്നത് കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചിടിയാം അല്ലേ. പക്ഷി എന്ന അർത്ഥത്തിനാണുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്? ചിടിയ എന്നത്. ചിടിയാം എന്ന് പറയുമ്പോൾ പക്ഷികൾ എന്നാണ്. പക്ഷി എന്നതിന് പറയുമ്പോൾ എന്താണ്? ചിടിയ. ഇനി ഇങ്ങനത്തെ രണ്ടെടുത്ത് എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തത്, ജയ്സെ നീതു കി പ്രൊഫൈൽ. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നു. നീതുവിന്റെ പ്രൊഫൈലാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. പേര് തന്നിട്ടുണ്ട് നീതു എസ്. പഠിക്കുന്ന ക്ലാസ് 5, സ്കൂൾ GUP സ്കൂൾ ആയൂർ. ആയു 11, പ്രായം വയസ്സ് 11 ആണ്, 11. അപ്പൊ നിങ്ങൾക്കും 11 വയസ്സായിരിക്കും ചില കുട്ടികൾക്ക് 10 വയസ്സായിരിക്കും. 10 വയസ്സാണെങ്കിൽ 10 എന്ന് എഴുതുക, 11 ആണെങ്കിൽ 11 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നില്ല. നിങ്ങൾ സ്വയം ചെയ്യാൻ നിങ്ങളുടെ പേരാണല്ലോ എഴുതേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെ പേരും നിങ്ങൾ ഹിന്ദിയിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് എഴുതുക, പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക, പിന്നെ നിങ്ങളുടെ വയസ്സ് എത്രയാണോ അത് എഴുതുക. ഓക്കെ, ഇനി 10 എന്ന് എഴുതാൻ അറിയില്ല, ഈ 11 ആണ് നിങ്ങൾ പഠിച്ചെങ്കിൽ അതന്നെ എഴുതിക്കോ, പ്രശ്നമില്ല. എന്താണ് പറയുക, 11 തന്നെയാണോ നിങ്ങളുടെ വയസ്സെന്നൊന്നും ആരും ചോദിക്കൂല. 11 ആണെങ്കിൽ 11 എഴുതുക, പഠിച്ചത് ഏതാണോ അത് എഴുതുക, കൂടുതൽ എഴുതരുത് കേട്ടോ. 11 അല്ലെങ്കിൽ 10 അറിയാമെങ്കിൽ 10 എഴുതുക. ഇനി അടുത്തത് നോക്കാം. ആപ്കാ മൻപസന്ത് രംഗ് കോൺസാ ഹെ ചുനിക്കർ ലിഖിയേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണോ അത് എഴുതുക. ലാൽ, ഹര, കാല, നീല, പീല. ഇത് ഏതാണോ നിങ്ങൾക്ക് ആപ്കാ മൻപസന്ത് രംഗ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾ ഏത് എഴുതിയാലും നിങ്ങൾക്ക് ശരി കിട്ടും. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം ഇപ്പൊ കാലാന്ന് എഴുതിയിട്ട് കറുപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം എന്ന് കരുതും. ഹര, പച്ച, ചുവപ്പ്, നീല, മഞ്ഞ ഇതിലേതെങ്കിലും എഴുതാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം അത് എഴുതാം. ഇനി അടുത്തത് ചിത്ര ദേഖേം ഓർ ഗാലി സ്ഥാൻ പരെ, ചിത്രം നോക്കിയിട്ട് ഇവിടെയുള്ളത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൈസെ ഏക്ക് ബന്ദർ, ഇവിടെ കണ്ടോ ഒരു ബന്ദറാണ് ഏക്ക്, ഇവിടെ ദോ ആണ് അല്ലേ, ദോ. ഇവിടെ എത്ര ഉണ്ട്, തീൻ. ഇവിടെയോ ചാർ, ഇവിടെ പാഞ്ച്, ഇവിടെ ച. കണ്ടോ ഏക് ദോ തീൻ ചാർ പാഞ്ച് ച വരെയാണുള്ളത്. നിങ്ങൾ 10 വരെ പഠിക്കണം. 10 വരെ പഠിക്കണം കേട്ടോ. എഴുതാൻ പഠിക്കണം, നിർബന്ധമായിട്ട് എഴുതാൻ പഠിക്കണം. 1 2 3 4 5 6 7 8 9 10 വരെങ്ങൾ നിർബന്ധമായിട്ട് എഴുതാൻ പഠിക്കുക. അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ 10 വരെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ചിലപ്പോൾ 5 വരെയാവും ചോദിക്കുക, അല്ലെങ്കിൽ 6 മുതൽ 10 വരെയാവും ചിലപ്പം ചോദിക്കുക, അല്ലെങ്കിൽ 7 മുതൽ 10 വരെയാവും ചോദിക്കുക. എങ്ങനെയാണോ ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 10 വരെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നോക്കാം. दो संदरे नामक कहानी का अंश पढ़ें और क्रम से लिखिए. दो संदरे എന്ന കഹാനി നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്നിട്ട് ആ തന്നിരിക്കുന്ന ഭാഗം, അതിലുള്ള ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ശരിക്ക് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ക്രമത്തെ ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ബാലുവിനെ സന്ദരയൊക്കെ ഫേങ്ക് ദിയ, ബാലു നാരങ്ങ എറിഞ്ഞു. ദോനോ സന്ദരെ ഗൂബാൻസ, 2 നാരങ്ങകളും നന്നായിട്ട് ചിരിച്ചു, വളരെയധികം ചിരിച്ചു. ദോ സന്ദരെ ഗൂമനെ നികലെ, 2 നാരങ്ങകൾ നടക്കാനിറങ്ങി. സന്ദരേനെ രസ് ആങ്കോമേ ജലൻ ഹുയി, ആ ഓറഞ്ചിന്റെ നീര് കണ്ണുകൾ എന്തായി, കണ്ണുകൾ നീറ്റലുണ്ടാക്കി. ബാലു സന്ദരേക്കോ ഗാനെ വാലാത, ബാലു ആ ഓറഞ്ച് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പൊ ഏതാണ് ആദ്യം? 2 നാരങ്ങകൾ നടക്കാൻ ഇറങ്ങിയതാണ് അല്ലേ. ദോ സന്ദരേ ഗൂമനെ നിഗലെ. പിന്നെ ഏതാണ്? അത് തന്നെ 2 നാരങ്ങകൾ നടക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ഏതാ വരുന്നത്? ബാലു സന്ദരേക്കോ ഗാനെ വാലാത, ബാലു നാരങ്ങ കഴിക്കാൻ പോവുകയായിരുന്നു. പിന്നെയോ, പിന്നെന്താ സംഭവിച്ചത്? സന്ദരേക്കെ രസ് ആങ്കോ മേ ജലൻ ഹുയി, ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ, ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. ദോന സന്ദരെ ഗോബ് ഹംസേ. ഉണ്ടോ? അങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. उचित शब्द चुनकर लिखे. पंगा, नीदू, ടോമി, കിതാബ്, ബിസ്ക്കറ്റ്, മക്കി. അത്രയാണ് ഇവിടെ ഉള്ളത്. ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ അത് ആൻസർ എടുത്ത് എഴുതണം. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ടോമിക്കോ ചായക്കെ സാത്ത് ക്യാ ഗാന പസന്ദത, നമ്മൾ പഠിച്ചതാണല്ലേ. ടോമിക്ക് ചായയോടൊപ്പം എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? ബിസ്ക്കറ്റ് അല്ലേ. ബിസ്ക്കറ്റ് ഗാന പസന്ദത. ടോമി കിസ്കെ നീച്ചെ സോത്താതാ? പങ്കേക്കെ നീച്ചെ, പങ്ക, അതാണ് എൻ്റെ ഉത്തരം. അടുത്തത് കിസ്കെ സാത്ത് ടോമി ഗേൽത്ത, അത് ആരോടൊപ്പമാണ് ടോമി കളിക്കാറുള്ളത്? നീതു. അടുത്തത് എന്താണ്? പുസ്തക പഠന കിസ്കോ പസന്ത, പുസ്തകം വായിക്കാൻ ആർക്കായിരുന്നു ഇഷ്ടമുള്ളത്? ടോമിക്ക് അല്ലെ. പുസ്തകമൊക്കെ കടിച്ചു കീറിയ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ടോമി കിസ്സയിലെടുത്താതാ, ടോമി ആരോടാണ് മല്ലിടാറുള്ളത്, യുദ്ധം ചെയ്യാറുള്ളത്? ആരുമായിട്ടാണ്? മക്കി, ഈച്ചയുമായിട്ടാണ് ടോമി യുദ്ധം ചെയ്യാറുള്ളത്, പൊരുതാറുള്ളത് അല്ലെ. ഇനി അടുത്ത് നോക്കാം. ചിത്ര പഹ്ചാൻകർ നീച്ചെ ഉചിത ശബ്ദത്തിലേക്ക്. ചിത്രം മനസ്സിലാക്കിയിട്ട് നേരെ താഴെ നിങ്ങൾ എന്ത് എഴുതണം? അതിന് ഉചിതമായിട്ടുള്ള ശബ്ദമാണ് നിങ്ങൾ എഴുതുന്നത്. മച്ചലി, അതുപോലെ തന്നെ എന്താ, കച്ചുവ, ഹാത്തി, ബാദൽ, അതൊക്കെയാണ് അവിടെ ഉള്ള. സൂരജ് അല്ലെ, പിക്ചർ തന്നത്. അപ്പൊ ഇവിടെ മച്ചലി, മത്സ്യത്തിന് എന്താണ് പറയാന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇതൊന്ന് എടുത്തിട്ട് എന്ത് എഴുതണം? മച്ചലി എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇവിടെ മച്ചലി എന്ന് എഴുതി. പിന്നെ കച്ചുവ അല്ലെ, ആമയ്ക്ക് കച്ചുവ എന്നാണ് പറയുന്നത്. ആനയ്ക്ക് എന്താ പറയുന്നത്? ഹാത്തി എന്നാണ് പറയുന്നത്. ബാദൽ പറഞ്ഞ മേഘമാണ്. ലാസ്റ്റ് എന്താണ്? സൂരജ്, സൂര്യൻ അല്ലെ, സൂരജ്. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഈ പേരൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. മച്ചലി, കച്ചുവ, ഹാത്തി, ബാദൽ, സൂരജ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക.
അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഒരു മോഡലാണ് ഇവിടെ കാണിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പരീക്ഷ ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ഇതിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കണ്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ എത്രമാത്രം നമ്മൾ ചെയ്ത് പഠിക്കുന്നുവോ അത്രയും നമുക്ക് വളരെ ഉപകാരപ്രദമാകും. മാർക്ക് വാങ്ങാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അത് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം.